വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് ബംഗ്ലാദേശ് ചൈന റിലേഷൻഷിപ്പിനെ ചൊല്ലിയാണ്. കാര്യം ചൈന സന്ദർശനത്തിന് മുഹമ്മദ് യൂനസ് ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള മുഹമ്മദ് യൂനസ് ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലിറ്ററലി നമ്മൾ ഒരു ലൈനായിട്ട് പല വാർത്തകളിലും നമ്മൾ ഇത് സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഡെപ്തിൽ ഇത് നോക്കുമ്പോഴത്തേക്കും ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വിഷയമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുഹമ്മദ് യൂനസ് ചൈനയിൽ പോയിട്ട് എന്തെല്ലാം വിഡ്ഢിത്തരങ്ങൾ കാണിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണിത്. ഇതിനകത്ത് ഇന്ത്യയെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യയെ ഇത് അഫക്ട് ചെയ്യില്ല, ഇന്ത്യക്ക് ഇതൊരു വിഷയമല്ല എന്ന് കണ്ണടച്ചു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല യൂനസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കാണുകയും നടപടികൾ എടുക്കുകയും വേണം. ബംഗ്ലാദേശിനെ കുറച്ച് ശ്വാസം മുട്ടിച്ചാലും വേണ്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏത് വിധേനയും ഈ യൂനസിനെ അവിടെ നിന്ന് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും ഇന്ത്യക്ക് എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അപ്പൊ യൂനസ് പോയിട്ട് എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞാൽ, യൂനസ് പോയിട്ട് ഒരു 8 കരാറുകൾ പ്രാഥമികമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. 8 എഗ്രിമെന്റ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 8 എഗ്രിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുറെ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് ചൈനയുടെ എക്കണോമിക് സോൺ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറ്, അതിലുപരിയായിട്ട് റോബോട്ടിക് ഫിസിയോതെറപ്പി സെന്റർ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ, അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന കാർഡിയാക് സർജറി ആംബുലൻസുകൾ. ആംബുലൻസ് മീൻസ് ജസ്റ്റ് ആംബുലൻസ് അല്ല, കാർഡിയാക് സർജറി ഒരു വണ്ടിയിൽ തന്നെ വെച്ച് ചെയ്യാൻ പാകത്തിനുള്ള വെഹിക്കിൾസ് ആണത്. ആ രീതിയിലുള്ള ഫെസിലിറ്റീസോട് കൂടിയ വാഹനങ്ങൾ ഇറക്കാനുള്ള കരാർ, ഇതൊക്കെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇറക്കാനുള്ള കരാറാണ്. ഇതിലുപരിയായിട്ട് ചൈനയുടെ തന്നെ എപ്പോഴത്തെയും പരിപാടികളായിട്ടുള്ള അവരുടെ ചൈനീസ് കൾച്ചറൽ ഹെറിറ്റേജ്, ലാംഗ്വേജ്, മാൻഡറിൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പരിപാടി, അതുപോലെ മെഡിക്കൽ, സ്പോർട്സ് മേഖല, ഇങ്ങനെയൊക്കെ പല മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു 8 കരാർ സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കരാർ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചൈനയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഇതാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ചൈന പാസ്സാക്കിയിരിക്കുന്ന ഫണ്ട്, ബംഗ്ലാദേശിൽ കൊടുക്കാന്ന് പറഞ്ഞ ഫണ്ട് എന്ന് പറഞ്ഞാൽ $2.1 ബില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. $2.1 ബില്യൺ. മനസ്സിലാക്കിക്കോണം, മില്യൺ അല്ല, ബില്യൺ $. എമൗണ്ട് വലുതാണ്. എന്താണ് അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്, ഇതിന്റെ മേജർ പോർഷൻ എന്താണ് ചൈന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ വളരെ വ്യക്തമായിട്ട് ഇതിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 30 ചൈനീസ് കമ്പനികൾ, 30 ചൈനീസ് കമ്പനികൾ നിയർലി 1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. 30 ചൈനീസ് കമ്പനികൾ ഡയറക്റ്റ് ആയിട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വരികയാണ്. 1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ് പറയുന്നത്. ബംഗ്ലാദേശിന്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാനിൽ ഇപ്പൊ ചൈനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അവിടെ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നുമില്ല. ആധാർ പോർട്ട് വഴി ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. സീപെക് കോറിഡോർ തന്നെ ഫെയിലിയർ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ചൈനീസ് കമ്പനികൾ, 30 ചൈനീസ് കമ്പനികൾ പ്രാഥമികമായിട്ട് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ, ലിറ്ററലി ഇന്ത്യ എന്ന് തന്നെ പറയാം, കാരണം ബംഗ്ലാദേശിന്റെ ലൊക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കരുതേണ്ടി വരും. ആ രീതിയിലുള്ള ബംഗ്ലാദേശിന്റെ ഉള്ളിൽ, ഇന്ത്യയുടെ കഷത്തിന്റെ ഉള്ളിൽ 30 ചൈനീസ് കമ്പനികൾ വരികയാണ് 1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ഈ 30 ചൈനീസ് കമ്പനികളും ബംഗ്ലാദേശുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എക്സ്ക്ലൂസീവ് ചൈനീസ് എക്കണോമിക് ഇൻഡസ്ട്രിയൽ സോൺ, ഇത് വളരെ പ്രത്യേകിച്ച് ഒരു സോണായിട്ട് തന്നെ തിരിച്ച് ആ സോണിനുള്ളിൽ വേലിയും വേലിക്കെട്ടും കോമ്പൗണ്ടും എല്ലാം നിർമ്മിച്ച് 30 കമ്പനികൾ അതിന്റെ ഉള്ളിൽ വന്ന് പ്രവർത്തിക്കും. ഇതിന് ബംഗ്ലാദേശിൽ ഒറ്റൊരുത്തിനും അതിനകത്ത് ജോലിയും കിട്ടത്തില്ല, കൂലിയും കിട്ടത്തില്ല. ഇതിനകത്ത് ചൈനയിൽ നിന്ന് ആൾക്കാർ വരും. അവർ തന്നെയായിരിക്കും അവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക. ചൈനക്കാർക്ക് ജോലി കൊടുക്കുന്ന പദ്ധതി, അതിനാണ് ഈ 1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ 1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ്? ഈ സ്ഥലത്തിന്റെ വാടക, അത് തന്നെ, അല്ലാതെ വേറെ എന്ത്. ഇതിലുപരിയായിട്ട് ഗവൺമെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ബംഗ്ലാദേശ് ഗവൺമെന്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മില്യൺ കണക്കിൽ പൈസ അതങ്ങ് പിച്ചക്കാശ് പോലെ അങ്ങ് വാരി കൊടുക്കുകയാണ്. ഈ ഭിക്ഷാടനം നടത്താനാണ് ഈ യൂനസ് ചൈനയിൽ പോയിരിക്കുന്നത്. 400 മില്യൺ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്. 400 മില്യൺ, അത് ലോണോ ഗ്രാൻഡോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ആ രീതിയിൽ 400 മില്യൺ കൊടുത്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ടെക്നിക്കൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 150 മില്യൺ അത് വേറെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മില്യണുകൾ മാത്രമാണ് ഇപ്പം ബംഗ്ലാദേശിന് കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെയും ചൈന നേരിട്ട് ചൈനീസ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ വന്ന് പ്രവർത്തിക്കാൻ പോവാണ്. അപ്പൊ അഥവാ അവർക്ക് ഇനി മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് ഇറക്കാം. അതാണ് ഇപ്പൊ ചൈന ഉദ്ദേശിക്കുന്നത്. കാരണം മെയ്ഡ് ഇൻ ചൈന അടിക്കുമ്പോഴത്തേക്കും യൂറോപ്പിലെ കംപ്ലീറ്റ് മാർക്കറ്റും തകർന്നിരിക്കുകയാണ് ചൈനയ്ക്ക്. മെയ്ഡ് ഇൻ ചൈന അങ്ങോട്ട് ഇപ്പൊ കൂടുതൽ വെൽക്കം ചെയ്യുന്നില്ല യൂറോപ്യൻസ്. ബംഗ്ലാദേശിന്റെ തുണിത്തരങ്ങൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും വളരെ ഫേമസ് ആയിട്ട് തന്നെ അവർ മാർക്കറ്റ് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് പല ബ്രാൻഡുകളും ബംഗ്ലാദേശിൽ നിന്ന് ഉത്പാദിപ്പിച്ച് യൂറോപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു യൂറോപ്യൻ കോറിഡോർ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നുള്ള പേരിൽ ചൈനയ്ക്ക്, അതായത് യൂറോപ്യൻ മാർക്കറ്റ് ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ചൈന കീഴടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
എന്താണോ ബംഗ്ലാദേശിൽ നിന്ന് ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ചൈന ഡയറക്റ്റ് ആയിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് യൂറോപ്പിലേക്ക് കയറ്റിയിരിക്കും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ത്യക്ക് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. അതിന് സഹായിക്കുന്നത് ചൈന. ലിറ്ററലി ബംഗ്ലാദേശിന്റെ പ്രോഡക്റ്റ് അല്ല അവിടെ വിൽക്കുന്നത്. ബംഗ്ലാദേശിനല്ല ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്, ശരിക്കും ചൈനയ്ക്ക് തന്നെയാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ചൈന ഏത് രീതിയിലാണ് കളിക്കുന്നത്, എങ്ങനെയാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത്, അവരുടെ ഈ ചൈനയുടെ പ്ലാൻ ഒക്കെ നിങ്ങൾ നോക്കും. ചൈനയ്ക്കുള്ളിൽ ഒരാൾ പോയി സംസാരിക്കുമ്പോൾ അവർ ഏത് രീതിയിലാണ് അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നത് നോക്കും. ഇതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഉള്ള കാര്യം പറയാമല്ലോ. അതായത് ഇതിനകത്ത് ബംഗ്ലാദേശിനെ വഞ്ചിക്കുന്നോ മോട്ടിക്കുന്നോ അവിടെ നിന്ന് ഒന്നും ചെയ്യുന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് പൈസ എടുക്കുന്നോ ഒന്നുമില്ല. ജസ്റ്റ് നീ കുറച്ച് സ്ഥലം തരൂ, ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കമ്പനി ഇട്ടിട്ട് ഞങ്ങൾ വിൽപ്പന നടത്തിക്കോളാം, നിനക്ക് കുറച്ച് പൈസയും തരാം. കേൾക്കുമ്പോൾ വളരെ നല്ല ഐഡിയ അല്ലേ? ഏതൊരു പൈസ ഇല്ലാത്ത രാജ്യവും പെട്ടെന്ന് അംഗീകരിക്കും. ഇതേപോലെ ചില പ്ലാനുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഇന്ത്യയിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഇന്ത്യക്ക് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, ഇന്ത്യക്ക് ഒരുപാട് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും കഴിയും. താരതമ്യേന മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചെറിയ ശമ്പളത്തിന് ജോലിക്ക് ആളെ കിട്ടും. ഈ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ബംഗ്ലാദേശിനെ നിലയ്ക്ക് നിർത്തേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആ വിഷയമാണ് ഞാനിപ്പം ആവർത്തിച്ചോടെ പറയുന്നത്. കാരണം ഈ ഒരു ചീഫ് അഡ്വൈസറെ ഇങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇപ്പം യുഎസിന്റെ മേലിൽ ഒരു കൺട്രോളും ഇല്ല. പിന്നെ ട്രംപ് ആണെങ്കിൽ ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ബംഗ്ലാദേശിൽ എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നാഥനില്ല കളരിയാണ് ബംഗ്ലാദേശ്. അവിടെ ഇപ്പൊ ചൈന കയറി കളിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇങ്ങനെ മെല്ലെപ്പോക്ക് നയവും ഇതേപോലെ ഭയങ്കര സോഫ്റ്റ് കോർണർ ആയിട്ടുള്ള പെരുമാറ്റങ്ങളും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ബംഗ്ലാദേശിന് ഇന്ത്യയോട് ആ ഒരു സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ ഒരു സഹോദര മനോഭാവമോ അവർക്ക് ഇന്ത്യയോട് ഒരു അനുഭാവമോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ടൺ റൈറ്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. മോഡേണൈസിങ് മോങ്ല പോർട്ട് എന്ന് പറഞ്ഞ ഒരു പോർട്ട് ഉണ്ട് ബംഗ്ലാദേശിൽ. ആ പോർട്ട് മോഡേണൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ആ മേഖലയിലാണ് ഈ ഒരു ചൈനീസ് കമ്പനികൾ, ചൈനീസ് എക്കണോമിക് എക്സ്ക്ലൂസീവ് സോൺ വരാൻ പോകുന്നത് ഈ മോങ്ല പോർട്ടിന്റെ അടുത്താണ്. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പോർട്ട് വഴി എക്സ്പോർട്ട് നടത്താം. അതിനു വേണ്ടിയിട്ടാണ് ഈ പോർട്ട് അവിടെ അവർ റെഡിയാക്കുന്നത്. അതായത് ഇത് ബംഗാൾ ഓഷനിലേക്ക് ഒരു എൻട്രിയും കൂടെയാണ് ചൈനയ്ക്ക്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പോർട്ട് അവിടെ ഗ്വാദാർ പോർട്ട് എന്ന് പറഞ്ഞ ഒരു പോർട്ട് പാകിസ്ഥാനിൽ അങ്ങ് അറ്റത്ത് കിടന്നപ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ ഇന്ത്യയുടെ ആ ഒരു കക്ഷത്തിന്റെ അടിയിൽ ചൈന വരാണ് മോങ്ല പോർട്ടിൽ. അപ്പൊ ഇത് എത്രമാത്രം ഡേഞ്ചർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് 2.1 ബില്യൺ എന്ന് പറഞ്ഞത് ബാക്കിയുള്ള തുകകളൊക്കെ ഭാഗികമായിട്ട് ടൈം ടു ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അത് അവർ തീർച്ചയായിട്ടും ഈ ഒരു ചൈന എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് തന്നെയാണ് താല്പര്യപ്പെടുന്നത്. അവിടെ അവർ മാനുഫാക്ചറിങ് ചെയ്തിട്ട് മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് വെച്ചിട്ട് അവർ എക്സ്പോർട്ട് നടത്താനുള്ള താല്പര്യമാണ്. ചൈന ഇത് പടപടയെന്ന് ചെയ്യും, വളരെ ഉറപ്പുള്ള കാര്യമാണ്. ചൈന ഇതിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ്, ക്യൂരിയസ് ആണ്. ചൈന ബംഗ്ലാദേശ് എപ്പം ചൈന ഇങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുമെന്ന് കാത്തിരുന്ന മട്ടിലാണ് ചൈന കാര്യങ്ങൾ നീക്കുന്നത്. ഇത് വളരെ ഡേഞ്ചർ ആണ് ഇന്ത്യക്ക്. അപ്പൊ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.